ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ 38 വർഷമായി സുവിശേഷത്തോടുള്ള തീക്ഷ്ണതയെ പ്രതി കത്തിജ്വലിക്കുന്ന സുവിശേഷ പ്രഘോഷകൻ, സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയ അൽമായ ശുശ്രൂഷകൻ, ബഹുമാനപ്പെട്ട ടോമി പുതുക്കാട് ബ്രദറാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ, നവീകരണത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കർത്താവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിലൂടെ സുവിശേഷത്തിൻ്റെ ആ ഒരു തീ ഏറ്റുവാങ്ങിയ ഒരു സുവിശേഷ പ്രഘോഷകനാണ് ബഹുമാനപ്പെട്ട ടോമി ബ്രദർ. ബ്രദറിൻ്റെ ആ ഒരു ആത്മീയ അനുഭവങ്ങൾ, ശുശ്രൂഷ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ബഹുമാനപ്പെട്ട ടോമി പുതുക്കാട് ബ്രദർ, അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സുവിശേഷത്തോടുള്ള തീക്ഷ്ണതയെ പ്രതി ഒരു കത്തി ജ്വലിക്കുന്നു, തീ പിടിച്ച ആത്മാവ് തന്നെയാണ് അങ്ങ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് അങ്ങ് ഈ ഒരു നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? നവീകരണ അനുഭവം എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു പ്രതിസന്ധികളിലൂടെയാണ് വരാനുള്ളൊരു കാരണം. അതായത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ 1987 ജൂലൈ 17 ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒന്ന് രണ്ട് സിമ്പിളല്ല, അത് വലിയൊരു സീരിയസ്. അതായത് നെഗറ്റീവ് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതായത് എനിക്ക് എൻ്റെ കുട്ടിക്കാല അനുഭവം, എൻ്റെ ഫാദർ, മദർ, ഞങ്ങളെന്നൊരു ചെറിയൊരു കുടുംബം. എൻ്റെ ഫാദർ റെയിൽവേ എംപ്ലോയി ആണ്, പിന്നെ എൻ്റെ അനുജനും ജോലിക്കാരാണ്. ഞാനൊരു 7ാം ക്ലാസ് മുതൽ സ്പിരിച്വൽ, 3ാം ക്ലാസ് മുതൽ സ്പിരിച്വൽ ഫീൽഡിൽ നിന്നേ മാറി. അത് ഈ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട തോന്നുന്നു. കാരണം തന്നെ വൈദികരോടുള്ള സമീപനം, സഭയോടുള്ള സമീപനം, എന്നെ സംബന്ധിച്ചൊരു ചെറിയൊരു സാവുളിൻ്റെ മനോഭാവം, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്കെതിരായി നിലകൊള്ളുന്നൊരു മനോഭാവമായിരുന്നു എൻ്റേത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു. അപ്പോൾ കുട്ടിക്കാലങ്ങളിൽ പള്ളിയിൽ പോയി മാതാവിനോട് പൂ വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. പൂ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാർ മിഠായി തരും. അപ്പോൾ 3ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വൈദികനാകണം എന്നുള്ളത്. അത് പള്ളിയിൽ വെച്ച് അച്ഛൻ പ്രസംഗത്തിൻ്റെ നേരത്തെ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്നെ കണ്ടു. അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ വലിയ കാര്യം മിഠായി കിട്ടാനുള്ള കൊതിയുണ്ട്. അന്നത്തെ ആ ഒരു ദാരിദ്ര്യ കാലഘട്ടമാണ്, ഞെരുക്കത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു അവസ്ഥയാണത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ഞാനിങ്ങനെ ഉമിനീരൊക്കെ മിഠായി തിന്നാന്ന് വെച്ചു. പക്ഷെ ഉടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു അരിച്ചൂരിലുകൊണ്ട് ഒരു അടി അടിച്ചു. അത് ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ ഒരു അനുഭവമായി. ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂയുടെ എന്നെ കേൾക്കുന്ന 10,000 കാണും. അവർക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ പോയ ഒരു സാഹചര്യം സംഭവിച്ചൊരു കാര്യം അത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുറിവിലേക്ക് പോയെങ്കിലും ആ മുറിവാണ് ഇന്ന് ഇൻ്റർവ്യൂ പാനലിരിക്കാനുള്ള ഏക കാരണം, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് പിന്നെ ഞാൻ വരുന്നത് ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ തലത്തിലൂടെ പൊളിറ്റിക്കൽ രീതിയിലൊക്കെ പോയി. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നാട് വിട്ടുപോയി. പിന്നെ അങ്ങനെ കറങ്ങി ആ ഒരു 3ാം ക്ലാസ്സിലെ അനുഭവത്തിന് ശേഷം സഭയുടെ ഒരു എതിർപ്പായിരുന്നു. പിന്നീട് അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ്, അതായത് നുണ പറയാന്ന് പറയും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആൾക്കാർ നുണ എന്ന് പറയുന്നത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. നുണ പറഞ്ഞ് പള്ളി പോകുന്ന രീതി എന്ന് പറയില്ലേ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ചേച്ചിമാരോട് ചോദിക്കും, മറ്റവരോടൊക്കെ ചോദിക്കും ഏതച്ഛനായിരുന്നു, ഏതോ ബൈബിൾ വായിച്ചു, അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊരു സഭ, കുമ്പസാരം, കുർബാന, ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റഡ് അല്ല. അതൊരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാലഘട്ടം. നമ്മൾ ജോലി ചെയ്യുന്നു, ഇപ്പോൾ ഒരു സഭയുടെ ഒരു ജോലിക്കാരായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ള മുഴുവൻ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു, കുർബാന ചെല്ലുക എന്ന് പറഞ്ഞിട്ടില്ല, ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് അന്നത്തെ കാലത്തൊക്കെ തോന്നുന്ന അവർ ജോലി ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇവർക്ക് വലിയ മഹിമയൊന്നുമില്ല. എന്നാൽ ആ ഓരോ കാലഘട്ടങ്ങളിൽ ഇരുള് എന്നെ വേട്ടയാടി എന്നുള്ളതാണ് വചനം ഇങ്ങനെ പറയുന്നത്. റോമാലേഖനം തന്നെ വിളിച്ചപേക്ഷിക്കും പോരായ്മയായ നിമിത്തം ഞാൻ അവരെ അശുദ്ധിക്കും തകർച്ചയ്ക്കും. അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിരുന്നു, മനസ്സിലാവും. അപ്പോൾ അത് എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഒരു ബാഡ് ഹാബിറ്റ് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നില്ല. 7ാം ക്ലാസ് തുടങ്ങിയുള്ള സ്മോക്കിംഗ്, അതെൻ്റെ 26 വയസ്സ് വരെ.
ഓക്കെ. 7ാം ക്ലാസ് തുടങ്ങിയുള്ള അല്പം എല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഈ കുടി എന്നെ വേട്ടയാടേണ്ട ഒരു ഇന്നർ ഹീലിംഗ്, ഒരു മുറിവാണ്. ഒരു പക്ഷെ അത് എല്ലാവരും എന്നെ കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹവും. കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, ദാരിദ്ര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ വീടിൻ്റെ സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് ഒരു വീട്ടിലൊരു അച്ഛനുണ്ട്. ആ പുള്ളി ചക്കപ്പഴം തരും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അടയ്ക്ക വെത്തിലേക്ക് കൊണ്ട് കൊടുക്കും. ഞങ്ങളൊരു ഫ്രണ്ട് നല്ലൊരു ഇതായി. ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ പ്ലാവിൻ്റെ കുഞ്ഞായത്ത് തൂങ്ങി മരിച്ചു കിടക്കുക. അതെനിക്ക് വലിയ ഷോക്കായി. അത് ഒരു വിഭ്രാന്തിയായി. എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടാക്കി എന്നെ. അപ്പം മമ്മിയുടെ ആങ്ങളെ കള്ളുടിക്കുന്ന ആളാണ്. അപ്പം മമ്മിയോട് പറഞ്ഞു അതൊക്കെ ഞാൻ മാറ്റി തരാമെന്നാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവഭയം അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും എന്നോട് പറഞ്ഞു കള്ളിൽ ഒരു ഫുൾ ഗ്ലാസ് കള്ള് വെച്ചിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് കലക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ കണ്ണടച്ച് കുടിച്ചിട്ട് വിശ്വസ്മാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ആന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു കുടി ഒരു പൈശാചി പേടിയായിരുന്നു. ആ വലി ഒരു പൈശാചി പേടിയായിരുന്നു എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് സ്പിരിച്വാലിറ്റി വരുമ്പോഴാണ്. അതൊരു ന്യായീകരിക്കലായിരുന്നു. പക്ഷെ അത് മൂലം എനിക്ക് ഡെഡ് ബോഡി കാണാൻ പേടിയായിരുന്നു. അത് നവീകരണ രംഗത്ത് വന്നപ്പോഴാണ് കുമ്പസാരം എന്നുള്ള കുദാശയുടെ ബേസിക്കലി കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അന്നോട് ഇന്ന് വരെയും ഡെഡ് ബോഡി ഭയം എനിക്കില്ല. എന്നാൽ 10,000-കണക്കിന് ഇതേ മുറിവേറ്റവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനല്ല, ദൈവം എന്നിലുള്ള കൊണ്ടുവന്നു പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഇത് നിർത്തുന്നുണ്ട്. അപ്പോൾ നവീകരണത്തിൽ വരുന്ന രംഗത്തിൽ ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, നവീകരണത്തിലേക്ക് വരാനായിട്ട് ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാൻ വേണ്ടി മറ്റു രീതിയിൽ ശബരിമലയ്ക്ക് പോലും പോയ ഒരാളാണ്. ഈ കുടി വലി മാറണം, ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ചൊരു കാര്യം മാറ്റാൻ ചിന്തിച്ചിട്ട് മറ്റുള്ള ഹൈന്ദവ സഹോദരന്മാരൊക്കെ പറഞ്ഞാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ വ്രതമൊക്കെ എടുത്ത് 52 ദിവസം വ്രതം എടുത്ത് ഒരു പരിപാടിയില്ല. പക്ഷേ മാലൂരി 18ാം പടി കയറി തേങ്ങ ഉടച്ച് പമ്പ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സാധനവും ഉണ്ട്. 52 ദിവസം കുടിക്കാതിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കഴിഞ്ഞു. ഗുരുവായൂർ വെച്ചാൽ മാലി വരുന്നത്. ബാറ്റും സ്വീകരിച്ച് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞെങ്കിലും ക്രിസ്തുവിൻ്റെതായ പ്രബോധനമോ ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയിരുന്നില്ല. ബൈബിളിൽ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെ എൻ്റെ ഫാദറും ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇത്തിരി അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നു. ഫാദർ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു 26ാമത്തെ വയസ്സിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി ജീവിച്ചിട്ട് വലിയ കാര്യം ഇല്ല, മരണമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ജോലിയില്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് വീടിൻ്റെ അടുത്തൊരു അമ്മച്ചി ബലമായിട്ട് ഈ വചനോത്സവം മാസീവതന്നെ ഇതിന് അമ്മച്ചിണ്ടായി. അപ്പം അമ്മച്ചി തന്നെ ഇതൊക്കെ ഒച്ചമകളൊക്കെ കേട്ട് ഞാൻ ഒരു ബലമായിട്ട് പിടിച്ച് പോട്ടയിലേക്ക്. അതാണ് 1987 ജൂലൈ 17 എന്ന് പറഞ്ഞാൽ ബൈബിൾ വാക്യം പോലെ ഓർമ്മയിലുണ്ട്. അവിടെ വെച്ച് ഞാൻ ചെല്ലുമ്പോൾ 10-12 പേരേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ 12 പേര് വെച്ചിട്ട് നാക്കിമറച്ചൻ പ്രസംഗിക്കുന്നുണ്ട്, പനക്കിലച്ചൻ പ്രസംഗിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ആളുകൾ ഞങ്ങൾ പുറകിലിരിപ്പുണ്ട്. ഞാൻ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് പോയി, പുറത്തേക്ക് പോയി. പക്ഷേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കർത്താവ്. അവിടെ ഇരിക്കുന്ന ഒരു പ്രേക്ഷിതൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണ ആളാന്ന് പറഞ്ഞ പനക്കറ്റും കെട്ടിപ്പിടിച്ച് അവിടെ വെച്ചതാ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവനെ വാച്ച് ചെയ്യണമെന്ന്. ഞാൻ പുറത്തിറങ്ങി ഒരു ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചു. അപ്പൊ അയാൾ കൂടെ ഒരാൾ പഴം മേടിച്ചു തന്നു. നമ്മൾ പഴം മേടിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അടിമയായി എന്ന് മനസ്സിലായില്ലേ. അപ്പൊ അത് ഞാൻ പറഞ്ഞു ആ ഒരു പ്രസംഗം ശരിയല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 3ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു വൈദികയിലുള്ള വെറുപ്പിന്റെ രൂപി എന്നെ വേട്ടയാടിയത് കൊണ്ട് ഇവർ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളി വീണ്ടും വിളിച്ചിട്ട് നമുക്ക് അവിടെ പോയി നീ ജോലി കിട്ടുമോ നോക്കാമെന്ന് അച്ഛൻ വിളിച്ചു. ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അവസ്ഥ. സത്യത്തിൽ പറഞ്ഞാൽ കർത്താവ് തന്നെയായിരുന്നു അവരിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവസ്വരം കേൾക്കുക എന്ന് പറയുന്നത് ബൈബിള് ധ്യാനിച്ചിരിക്കും മാത്രമല്ല, ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ അവനോട് വേറൊരു വ്യക്തി വഴി ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ ദൈവം ഇടപെടുന്ന രീതിയായിട്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ വീണ്ടും വന്നവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പ്രസംഗിക്കുകയാണ്. വേറെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ചെറിയൊരു അനുഭവങ്ങൾ പോപ്പുലർ മിഷൻ്റെ ആൻഡ്രോട് പോയൊരു അനുഭവം പറഞ്ഞപ്പോൾ അതിൽ ആദ്യമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ്. അതായത് കർത്താവ് നിനക്ക് കട്ടതയിൽ അപ്പവും ക്ലേശത്തിൻ്റെ ചില നിൻ്റെ ഗുരു നിന്നും
മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിൻ ദർശനം നീ ഇടത്തോട്ട് വലത്ത് പിന്നെ നിന്റെ സ്വരം കേൾക്കും. ഇതാണ് വഴി. ഇതിൽ സത്യത്തിൽ ആ വഴിയിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. കാരണം നിന്റെ ഹൃദയം കലങ്ങേണ്ട ദൈവം. അപ്പോൾ എനിക്ക് എന്തില്ല, ദൈവവിശ്വാസം ഇല്ല. അപ്പോൾ ദൈവവിശ്വാസം കിട്ടാൻ വേണ്ടി പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ന് ഇവരെ പ്രസംഗം കേൾക്കുക, നമ്മൾ കേട്ട് കേട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയി ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കടുത്തിരുത്തി SVD ആശ്രമത്തിലാണ് എൻ്റെ ആദ്യത്തെ താമസം. ഇവിടെ ധ്യാനങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന അച്ഛന്മാരല്ലേ, അച്ഛന്മാരായിട്ട് ഇങ്ങനെ ബന്ധമുള്ള കൊണ്ട് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു അസീസി ജോയി സഹോദരൻ എന്ന് പറഞ്ഞ ആൾ അനുഭവ സാക്ഷ്യം കേട്ടപ്പോൾ അയാൾ മദ്യപാനിയായിരുന്നു, മദ്യം വാറ്റി വിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ച് അയാൾക്ക് ബ്ലെസ്സിങ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്തപ്പോൾ അച്ഛന്മാരെക്കാളൊക്കെ നല്ല ഈ മനുഷ്യനാണ്. ഞാൻ ആളോട് കൗൺസിലിങ്ങിന് ആളുടെ അടുത്തുനിന്ന് ഷെയറിങ്ങിന് പോയി. പക്ഷെ ആള് എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എവിടെയും തങ്ങണം, വീടില്ല, ഒന്നുമില്ല, എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എന്തായാലും ആ പുള്ളി വഴി ആ പുള്ളി തന്നെ പൈസ എടുത്തു. ഞാൻ അച്ഛന്മാർ കൊടുത്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആളാണ് അച്ഛൻ പനക്കരച്ഛൻ പറഞ്ഞു, ആ പ്രസിഡന്റോട് നീ പൊയ്ക്കോ, എൻ്റെ ആള് വരുമ്പോൾ നീ ആളോട് ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ 5 ദിവസമാണ് റിട്രീറ്റിന് ഇരിക്കുന്നത്. ഈ 3 ദിവസവും ഞാൻ പോത്ത് പോലെ കിടന്നുറങ്ങാണ്. കാരണം വർഷങ്ങളായിട്ട് സന്തോഷത്തോടെ ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു അൽമായന വന്ന്, ഒരു ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന. നമ്മൾ അച്ഛന്മാരെ പ്രസംഗം ദഹിക്കില്ല, പക്ഷെ അൽമായന് വന്ന് പ്രസംഗിക്കാൻ ഭയങ്കര ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ പുള്ളി പ്രസംഗത്തിൻ്റെ ഇടയിൽ എന്നെ ഒരുക്കുന്നത് നമ്മൾ കുമ്പസാരം ഒരുക്കാന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൾ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ചവരുടെ പേരുകൾ കംപ്ലീറ്റ് എഴുതിയെടുത്തോളാൻ പറഞ്ഞു. ഈസി ആയിരുന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ വലിയ ലിസ്റ്റ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 3ാം ക്ലാസ് തുടങ്ങി കണക്കൂട്ടിയപ്പോൾ ഏകദേശം 2000 ചില്ലാനും പേരുടെ ലിസ്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ആ ലിസ്റ്റിൽ മറ്റു കാര്യം പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങൾ രോഗികളായി തീർന്നു. ഞാൻ ആ ധ്യാന മന്ദിരത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടിയുടെ സൂചിപ്പിച്ചായിരുന്നു, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. മദ്രാസിൽ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ രക്ഷയില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി 3x റമ്മ് 3 ബോട്ടിൽ ഇരുന്ന് കുടിച്ചൊരു മനുഷ്യനാണ് ഞാൻ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു പീഡ എന്നെ വേട്ടയാടിയതുകൊണ്ട് അവിടെയും ദൈവം എന്നെ വിട്ടില്ല. ബൈബിളിൽ പറയുന്ന പോലെ, നീ അഗ്നിയും കൂടെ പോയാലും നിനക്ക് പൊള്ളലേൽക്കില്ല, കടന്നു പോയാൽ നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത് കുമ്പസാരം എന്ന കുദാശയിലാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ആളുകളിൽ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ വെറും ഡൂപ്പാണ്. വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും മേലങ്കി ചുറ്റിക്കൊണ്ട് വിശ്രമാനസിക്കുക 10,000 ഒരു പക്ഷെ നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ ഈ ഇന്റർവ്യൂ കൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും എന്നെ ഗസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, അന്ന് കുമ്പസാര കുദാശയിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എഴുതിയെടുക്കാൻ പറഞ്ഞു. രണ്ടാമത് ആ ബ്രദർ പറഞ്ഞു, നിങ്ങൾ വേദനിപ്പിച്ചവരുടെ പേരെഴുതാൻ പറഞ്ഞു. അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. കാരണം നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ, നീ വചനം കേൾക്കാൻ വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്നീ വിരോധം ഉണ്ടെങ്കിൽ തീർക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ടാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനം പോലും ഏൽക്കുകയില്ല. എന്നാൽ കുമ്പസാരിക്കാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും എഴുതി ഒരുങ്ങിയതിന് ശേഷം ഞാൻ കുമ്പസാരിക്കാൻ പോയി. കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഞാൻ ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനൊന്നും കാണാൻ, അച്ഛനപ്പുറത്തിരിക്കുന്നു. പക്ഷെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ കണ്ടത് മുളുമുടി അടിച്ച് രക്തമൊലിക്കുന്ന ഒരു യേശുവിനെയാണ്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, എന്തോ തേങ്ങി കരയുന്നു. അതിനുശേഷം അച്ഛൻ അവസാനം വന്ന് പ്രയർ ചെയ്തെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. പിന്നീട് ഉണ്ടായതൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിങ്ങനെ അലറി ഓളിയിട്ട് വർഷങ്ങളായുള്ള ഒരു പീഡാന്ന് പറയുന്നു. ഉരുണ്ട് ആനവാദലിൻ്റെ അവിടെ എത്തിന്ന് എന്നിട്ട് അന്നാവളം തെളിച്ചു. ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ ചുറ്റും 10-250 പേര്. ഞാൻ ആകെ ഷോക്കേറ്റ് പോലെ. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ദൈവകൃപയാൽ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ ഒരു കാര്യം, താങ്കൾ അധികം സംസാരിക്കാൻ പാടില്ല, താങ്കളുടെ ഹാർട്ട്. പക്ഷെ അന്ന് കുമ്പസാര കുദാശയിൽ കർത്താവ് പഴയതിനെ മാറ്റി പുതിയ തന്നു. അതൊരു ഹീലിംഗ്. സെക്കൻഡ്
എൻ്റെ ഈ കണ്ണിന്, ഇടത്തെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഇപ്പം ഞാൻ അത് വായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാസങ്ങളായിട്ട്. അത് ദൈവകൃപയാൽ ധ്യാനം കഴിഞ്ഞതിന് ശേഷം കുന്നംകുളത്തൊരു കൺവെൻഷനിൽ നായ്ക്കമറച്ചൻ്റെ കൂടെ പോയ അവസരത്തിൽ ബൈബിൾ തെറ്റി വായിച്ചു. അച്ഛൻ ഒറ്റയ്ക്ക് വിളിച്ചൊരു ശാസനം എനിക്കൊരു ഷോക്കായി. അപ്പൊ അന്ന് അവിടെ ഒരു ഡോക്ടറെ, 2 കുട്ടികളും മന്ദബുദ്ധികളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ ഡോക്ടറെ വീട്ടിൽ പോയി കുട്ടികളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ശാസനം കിട്ടിപ്പോയി. പക്ഷെ ആ ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടറായി. ആ ഡോക്ടർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കുണ്ടാകുമ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാം, കണ്ണ് ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ കണ്ണാട വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണാടയുടെ പ്രത്യേകത, വെയിലടിച്ച് കഴിഞ്ഞാൽ അത് കൂളിംഗ് ഗ്ലാസ് ആവും. അപ്പൊ ഈ അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ രോഗശാന്തിയുടെ മെസ്സേജൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഈ കണ്ണാട എന്തോ ട്രബിളാന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു ഫീൽ ചെയ്തു. പക്ഷെ ദൈവകൃപയാല് ആ കുന്നംകുളത്ത് വെച്ച് കണ്ണാട വെച്ചിരുന്നു. പടവരാട് പള്ളിയിൽ നോമ്പ് കാലത്തെ ധ്യാനത്തിന് ബഹുമാനപ്പെട്ട ഇന്നത്തെ തട്ടിൽ പിതാവ് ഇന്ന് ഞാൻ അവിടെ ധ്യാനം നടത്തുന്ന സമയത്ത് ആ അച്ഛനിലൂടെ കാലത്തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച വഴിക്ക് എന്തോ ഒരു കരണ്ടടിക്കുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി. അന്ന് ഞാൻ കണ്ണാടി എടുത്തില്ല. അന്ന് തുടങ്ങി കണ്ണാടയുടെ കാര്യം ഈ ഇടത്തെ കണ്ണിന് കാഴ്ച കിട്ടി. ഞാൻ ഈ കാര്യം പറയും, വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും ദൈവത്തിന് ശക്തിയുണ്ടെന്ന് രുചിച്ചറിയാനായിട്ട് ആ കാലഘട്ടം എന്നെ സഹായിച്ചു. പ്രൈസ് ലോർഡ്. വേറൊരവസ്ഥ, അച്ഛന്മാര് ഇത് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, പ്രേക്ഷിത വേല ചെയ്യണം. ഞാൻ അതിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് ഒരു സുവിശേഷകനാകുക, അല്ലെങ്കിൽ എങ്ങനെ ആകാൻ പറ്റും? അപ്പൊ ആദ്യമേ പറയുന്ന ഒരു ഗോതമ്പ് മണിയെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ആദ്യകാലം ഞങ്ങൾക്കുള്ള പ്രേക്ഷിത ദൗത്യം ഞാൻ ആഴ്ചയില്, മാസത്തില് 3 പ്രാവശ്യം, അപ്പൊ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോയി. അന്ന് ഞാൻ പറഞ്ഞില്ലേ പോട്ടയില്ലാതെ ആളുകളൊക്കെ. അപ്പൊ ഞങ്ങൾ വീട് കയറി ഇറങ്ങി വചനോത്സവം മാസി വിതരണം ചെയ്യും. അപ്പൊ അവരോട് സംസാരിക്കും. ഞങ്ങൾ നിങ്ങളവിടെ വന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഈ വചനോത്സവം മാസി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീലിംഗ് കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ ആൾക്കാർ അങ്ങനെയാണ് നമ്മുടെ പോട്ട ആശ്രമത്തിലെ ആരംഭ ശുശ്രൂഷയ്ക്ക് നാണി കുറിക്കുന്ന ദൈവം നമ്മളെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ അതിലൂടെ 2-3 കാര്യങ്ങൾ പഠിച്ചു. 1, പ്രാർത്ഥിക്കാൻ പഠിച്ചു. 2, മറ്റുള്ള വേദന കേൾക്കാൻ പഠിച്ചു. ഓരോ ദുഃഖവും പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ സാധിച്ചു. അവഹേളനങ്ങളുണ്ട്, നിന്ദനങ്ങളുണ്ട്, കുരിശിലുള്ളപ്പോഴൊക്കെ ക്രിസ്തുവിന്റെ പാത പിന്തുടരായിട്ട് നമുക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ 38 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ പ്രത്യേകത, നമ്മൾ തന്നെ തലയിൽ ബൈബിൾ ചുമക്കണം, നമ്മുടെ ബാഗ് എടുക്കണം. ഇന്നത്തെ കാലത്ത് സുവിശേഷ പ്രഘോഷത്തിൽ ചെല്ലുമ്പോൾ വണ്ടി തന്നെ, എൻ്റെ വീട്ടിൽ വെച്ച ഒരു വണ്ടി വന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമാണ്. എന്നെ വണ്ടിയിൽ എടുത്തു കൊണ്ടിരുന്നു. ഭയങ്കര പരിപാടിയല്ലേ. പക്ഷേ ഞാൻ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ നമ്മൾ വേണ്ട. കാരണം എന്നറിയൂ, എൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകണം, എൻ്റെ പെട്ടി ഞാൻ പിടിക്കണം, നിങ്ങളെ പിടിപ്പിക്കാനുള്ളതല്ല. സുവിശേഷം ഉതകുന്നത് പിടിച്ചേ പറ്റൂ. നമ്മൾ കർത്താവിൻ്റെ അടിമയാകണമെങ്കിൽ കർത്താവ് ചെയ്ത പാതയുടെ അല്പമെങ്കിലും സഫറിങ് നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പ്രകാശം, ഇല്ലെങ്കിൽ പ്രകാശം ഡാർക്ക്നെസ്. അതായത് മറ്റുള്ള ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അയക്കുന്നത്. അപ്പൊ അയക്കുന്നിടത്ത് അവനെ നമ്മുടെ അടിമയാക്കിയിട്ട് കാര്യം നമ്മളൊന്നും ചെയ്യാനായിട്ട്. അപ്പൊ അവൻ ആ പ്രേക്ഷകരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ. അങ്ങനെ ഈ വിഷൻസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ 89 കൊളുത്തുവയില് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ അങ്ങോട്ട് വിട്ടു. കാരണം രാത്രി മുഴുവൻ ഉറക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ആ 87, 88, 89 കാലഘട്ടങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് വചനം പഠിപ്പിച്ചു. ഈ ബൈബിള് ഇതുവരെയും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്നറിയോ, ഇത് യഥാർത്ഥത്തിൽ വായിച്ച് ധ്യാനിച്ച് കടന്നു പോയെങ്കിൽ ചിലപ്പോൾ ഞാൻ സഭയ്ക്കകത്ത് നിൽക്കില്ല, കൺഫ്യൂഷനാവും. കാരണം നമ്മൾക്ക് കിട്ടുന്ന വ്യാഖ്യാനങ്ങളും ഉൾവിളികളും ഡബിൾ ഡിഫറെൻ്റാണ്. അതേസമയം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രസംഗിക്കാൻ നിന്നാൽ ഓട്ടോമാറ്റിക്കലി വചനം നമ്മുടെ വായിക്കകത്ത് വരും. എനിക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കൊളത്തുവയിലേക്ക് പോകുന്നത്. അവിടെ കൊളത്തുവയിലേക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും സൂപ്പറാണ് ജോസ് കാപ്പി. അപ്പോൾ ആ ബ്രദറിൻ്റെ അടുത്ത് പോയി കൗൺസിൽ നടത്താൻ ബഹുമാനയുടെ നായ്ക്കമറിച്ചും പറഞ്ഞു. കാരണം പുള്ളിക്കാണ് അതിൻ്റെ ഇത്. അങ്ങനെ പോകുമ്പോൾ ഈ സ്ഥലം അറിയത്തില്ല. അപ്പം ഞാൻ പോയി പൂരാച്ചുള്ളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ജീപ്പൊക്കെ പിടിച്ച് മറ്റവരോട് ചോദിച്ച് അവിടെ എത്തി. അങ്ങനെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, അത് കഴിഞ്ഞ കാലങ്ങളിൽ പറയില്ലേ, മറിഞ്ഞിരിക്കുന്ന ഒന്നും വെട്ടത്ത്. നമ്മളിവിടെ വായിച്ചൊരു വചനമായിരുന്നു 1 കൊരിന്തോസ്
4 ഉണ്ട്, മറഞ്ഞിരിക്കുന്ന വെട്ടത്ത് വരാതിരിക്കില്ല. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ബ്രദറിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീടൊരു കാലഘട്ടത്തിൽ കറക്റ്റ് നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ അന്ന് കുളത്തുവയിലിരിക്കുന്ന അച്ഛനാണെന്ന് എനിക്കറിയില്ല. ഒരു ബനിയാനായിട്ടൊരു കാവ്യം കൊണ്ടെടുത്തൊരു കണ്ണാട വെച്ചൊരു പ്രായമുള്ളൊരു കാരണവര് ഒരു ഓടിട്ട വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണമുണ്ട്. അപ്പൊ ഞാൻ ഈ കുളത്തുവയിൽ ധ്യാനമന്ദിർ പോണ വഴി ഇതാണോ എന്ന് വെച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കി ഒഴിച്ച് ബൈബിളിൽ പറഞ്ഞ നിന്റെ പേരും രൂപവും ഭാവവും ആർക്കറിയാം? നീ മാതാവിന്റെ ഉദരി രൂപപ്പെടുന്ന മുമ്പ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചെന്നും ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എടുത്ത് ടോമി ഇല്ലെന്ന് വെച്ചു. സത്യത്തിൽ എൻ്റെ കൈയും കാലൊക്കെ വിറച്ചു. കാരണം എന്നെ അറിയാൻ എളുപ്പമല്ല, ആദ്യമായിട്ട് പോകുന്നത്. എടുത്ത് വയ്ക്ക് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, 7ാം ക്ലാസ്സിൽ വെച്ച് നീ മുറിവേറ്റ പല കാര്യങ്ങളുണ്ട്. കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ ആനുവൽ പാട്ട് പാടുന്ന പരിപാടി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണാപ്പാടം പാട്ടൊക്കെ പഠിച്ച ഒരു പാട്ടാണ് ഓമലാളി കണ്ട് ഞാൻ പോകുന്നില്ല. പിള്ളേരും കൂടെ കല്ലെറിഞ്ഞ് അന്ന് തുടങ്ങി സഭാകം തന്നെ വേണ്ടിയാണ് എനിക്കൊരു ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അതൊരു ഇന്നർ ഹീലിംഗ് ആയിട്ട് എനിക്ക് ഹീലിംഗ് കിട്ടി. കാരണം ഞാൻ ആരോട് സംസാരിക്കും തലതാത്തി സംസാരിക്കുന്നത്. ഞാൻ അതൊക്കെ പറയാൻ കാരണം ഇതിലൂടെ ഒത്തിരി ഹീലിംഗും എനിക്ക് കിട്ടുന്നത് പോലെ തന്നെ മറ്റവരും കിട്ടാനായിട്ട് ഇടയിൽ. അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, നീ പാട്ട് എഴുതും, പാട്ട് പഠിപ്പിക്കും, മറ്റേ ഈശോയിലേക്ക് അടുപ്പിക്കും. നീ കൈ കൊണ്ട് വാൾ പോസ്റ്റ് എഴുതി അനേകർക്ക് ഈശോയെ കുറിച്ച്. അങ്ങനെ ദൈവകൃപയാല് തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് 8 പുസ്തകം എഴുതാനായിട്ട് കർത്താവ് അനുവദിച്ചു. അതുപോലെ കുറച്ച് പ്രയർ ബുക്ക്, അത് പല രീതിയിലും അങ്ങനെ ചെയ്യാൻ പറ്റി. അത് ഇതൊക്കെ പറയാൻ കാരണം ഇരുളിക്കിടന്നൊരു വ്യക്തിയെ പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് അനേക ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ കോടീശ്വരനാവാൻ വേണ്ടിയല്ല. കർത്താവ് പൗലോസ് പറഞ്ഞ പോലെ ആ ബോധ്യത്തിലേക്കാണ് ദൈവം എന്നെ കൊണ്ടുവരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ സ്വരം കേട്ട് മടുത്ത് കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവകൃപയാൽ 2003 കർത്താവ് യൂറോപ്പിലേക്ക് പോകാൻ പറഞ്ഞത്. ഇപ്പം 22 വർഷമായിട്ട് ഞാൻ യൂറോപ്പിലാണ്. ഇപ്പം യൂറോപ്പിൽ ചെന്നപ്പോൾ ആദ്യത്തെ സംരംഭം പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അതിലൂടെ വന്നതെന്നാണ് നമ്മുടെ സിയോ മിനിസ്ട്രി. ആദ്യത്തെ ഇതിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ പോയി വിത്ത് വിതച്ചൊരു കാലഘട്ടം. പിന്നീട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു 13 വർഷം കണ്ടിന്യൂ നമ്മുടെ അച്ഛന്മാരെ കൊണ്ടുവന്ന് ധ്യാനം നടത്തുന്ന രീതി. അപ്പോൾ അതിലൂടെ കിട്ടിയൊരു ബോധ്യമാണ് ഈ യൂറോപ്പ് ദേശത്തിന് റിട്രീറ്റ് സെന്റർ ആവശ്യമാണ്. അപ്പോൾ UK പോകാനായിട്ട് ഞാൻ ആദ്യം അമേരിക്കയിൽ പോകാനായിട്ട് വിഷയം കിട്ടിക്കഴിഞ്ഞിട്ട് വിഷൻ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ ആദ്യകാലങ്ങളിൽ അച്ഛന്മാരോട് കൂടെ നിന്ന് മെസ്സേജ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിലൂടെ, അതായത് പോട്ടാശ്രമത്തിൽ സകല കലാവല്ലവൻ പാട്ട് പാടണം. ആദ്യത്തെ പ്രേക്ഷകരഞ്ഞ് വെള്ളം തിളപ്പിക്കുക, കക്കുസ കഴുകുക. പോട്ടാശ്രമത്തിന്റെ ആദ്യകാല ശുശ്രൂഷ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ വളർന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് കഴുകാനും പിടിക്കാനും ഒരു മടി നമുക്ക് ഉപകാരമായി UK പോയപ്പോ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് അടിക്കണം, ഒറ്റയ്ക്ക് കഴുകണം. അപ്പൊ അതൊരു നല്ലതായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിൽ പഠിച്ച് പറയല്ലേ, എൻ്റെ മുഖം വഹിക്കുക, എന്ന് പഠിക്കുക, അപ്പോൾ നിന്റെ ആത്മാവ്. കാര്യം ജോലി തേടിയാണ് ഞാൻ പോട്ടാശ്രമത്തിൽ പോയത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജോലി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താന്നുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നഷ്ടപ്പെട്ടു പോയതിനെ തേടണമെങ്കിൽ ക്രിസ്തുവിനെ കൊടുത്താലേ കാര്യം. ക്രിസ്തുവിനെ കൊടുത്ത് പോയാൽ മാത്രമേ. ഇപ്പം എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഞാൻ എത്ര പ്രസംഗിച്ചാലും എത്ര അത്ഭുതം ചെയ്താലും ഞാനല്ലല്ലോ ചെയ്യുന്നത്. അപ്പം എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറും സീറോയാണ്. കാരണം നാളെ ഞാൻ ഈ സ്പിരിച്വൽ ഫീൽഡിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങളാരും എന്നെ അംഗീകരിക്കില്ല. ഒരിക്കലും ഈശോ മാത്രമേ കൈക്ക് പിടിച്ച്. അതാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ സാവൂളിന്റെ ജീവിതചരിത്രമൊക്കെ. ഇവരുടെ ജീവിതത്തിലൊക്കെ സഫറിങ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സഫറിങ് എല്ലാം അനേകരെ നേടാൻ എൻ്റെ അനുഭവത്തിൽ അതാണ്. എനിക്ക് കിട്ടിയ സഫറിങ് മുഴുവനും തിരസ്കരണം, വീട്ടിലത്തെ തിരസ്കരണമായാലും, സഭയിൽ നിന്ന് കിട്ടിയ തിരസ്കരണമായാലും, സ്കൂൾ തിരസ്കരണമായാലും, സമൂഹ തിരസ്കരണം, ഈ തിരസ്കരണങ്ങളെല്ലാം കൃപകളായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറിയത്. രോഗപീഠകളും ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രോഗപീഠകൾ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഹീലിംഗ് കിട്ടിയതിന് ശേഷം ഒരു വ്യക്തികളായിട്ട് നമ്മൾ അല്പം നേരം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കങ്ങനെ വിളിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഹാർട്ടിന്റെ അസുഖം, കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട്, കണ്ണിന്റെ, മൈഗ്രീൻ, അലർജി, ഇത്രയും ആളുകൾ ഏത് കാലഘട്ടത്തും അറിയാതെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. മദ്യപാനം, പുകവലി. ഇപ്പൊ നമ്മള് ഫോണിൽ കൂടെ സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ അറിയാതെ ആ സ്മെല്ലും ഇങ്ങോട്ട് കയറി വരും. അപ്പൊ ഞാൻ കുടിക്കുന്ന പരിപാടി ആരാന്ന് നോക്കും വീട്ടിൽ. അപ്പോൾ
അതിന് തിരുത്തിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയും. ഓക്കെ. പൊതുവെ ഇപ്പോൾ കൊടുക്കുന്നവർ ഇപ്പോൾ യു കെയിലായിരുന്നു, ഞാൻ പറഞ്ഞില്ല, യു കെയിൽ ഒരുവിധ എല്ലാ സ്ഥലവും വിത്ത് വിതച്ചതിന് ശേഷമാണ് റിട്രീറ്റ് സെൻറ്റർ വന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ സാമ്പത്തിക പിതാവ് പോട്ട ആശ്രമത്തിൽ യൂത്തിൻ്റെ ധ്യാനത്തിൽ, അന്ന് പിതാവിന് 26 വയസ്സുള്ളൂ, യൂത്തിൻ്റെ ആദ്യത്തെ ധ്യാനത്തിന് വചനം പ്രസംഗിച്ച് നമ്മുടെ അനുഭവമൊക്കെ കേട്ട് കുര്യാക്കോസ് പുന്നൂലിയച്ഛനായിരുന്നു അന്നത്തെ ലീഡർ. അതിലൂടെ മാനസാന്തരപ്പെട്ട് ദൈവവിളി സ്വീകരിച്ചാണ് ഇന്ന് ഗ്രേറ്റ് മിട്ടൻ രൂപതയുടെ ജോസഫ് സാമ്പത്തിക പിതാവ്. മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ യു കെയിൽ ഇവാഞ്ചേഷൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ലാറ്റിൻ രൂപതയിൽ 17 വർഷമായി വിസുർവാന കൊടുക്കുന്ന ഒരു ചെറിയൊരു മിസ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, ഞാനത് പറയാൻ കാരണം നമുക്കതിനൊന്നും ഒരു യോഗ്യതയില്ല. പക്ഷെ മറ്റുള്ളവരെ നേടേണ്ടതിന് നമ്മളൊരു ദൈവത്തിന് മുമ്പിൽ കഴുതയായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതാണ് ജോഷയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ബ്രദറെ, ഒരു കാര്യം കൂടി ബ്രദർ, നമുക്കറിയാം ഈ ഒരു ബ്രദർ ശുശ്രൂഷ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യമല്ല ഇന്നത്തെ ഒരു സാഹചര്യം. എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷയിലേക്ക്, സുവിശേഷ വേലയിലേക്ക്, സുവിശേഷ പ്രഘോഷണത്തിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിരവധി യുവജനങ്ങളുണ്ട്. അവരോട് ബ്രദറിൻ്റെ ആദ്യകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വചനം മാംസം ധരിക്കാതെ ഒരാൾക്കും ഒരു യൂത്തിനും, കാരണം യേശു യുവാവായിരുന്നപ്പോൾ തന്നെ, ഇതിപ്പോൾ നമുക്കറിയാം മംഗളവാർത്തക്കാലം. ഈ മംഗളവാർത്തക്കാലത്തിൽ മറിയം ദൈവദൂതൻ എന്ന് കേട്ടത് സ്വർണ്ണക്കിരീടമല്ല, കയ്പാണ് ശരിക്കും. പുറമേക്ക് കേൾക്കുമ്പോൾ മധുരമാണെങ്കിലും അമ്മയുടെ ജീവിതത്തിൽ മരണം വരെ ഇന്നും കയ്പ് തന്നെയാണ്. ഇന്ന് അമ്മയുടെ അരികിലേക്ക് അനേകർ വരുന്നുണ്ടെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവ്വ ആരും വരുന്നില്ല. അപ്പൊ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, നന്മ മറച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ദൈവത്തോടെ ആയിരുന്നെങ്കിൽ മാത്രമേ നന്മ നിറഞ്ഞ മറിയമെന്ന് 1000 കൊന്ത ചൊല്ലിയാലും 10,000 കൊന്തയിലും ഞാൻ നന്മയാണെങ്കിൽ, കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്, ഗുഡ് ഈസ് ഗോഡ്. ഈ ഒരു തത്വം യൂത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ പോകുന്നിടത്തെല്ലാം വലയിറക്കിയാൽ മീൻ കിട്ടും. മനസ്സിലായി? യൂത്തിൻ്റെ ആദ്യകാലങ്ങൾ ധ്യാന മേഖല വെച്ച് നോക്കുമ്പോൾ അന്നത്തെ യൂത്തിൻ്റെ മൈൻഡല്ല ഇന്നത്തെ യൂത്തിൻ്റെ മൈൻഡ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കൃപ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ദൈവം തരും. കാരണം നമ്മുടെ പൂർവികന്മാര് എവിടെ കരസ്മാറ്റിക് കൂടിയതാ? അവരൊറ്റ കരസ്മാറ്റിക് കൂടിയിട്ടുള്ള ദേവാലയത്തിൽ. ദേവാലയം ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മമാര് കൊന്തയില്ലി പോണത് വിത്ത് വിതയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, തെങ്ങ് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, റബ്ബർ നിറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്, കൃഷി ഇറക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, പശുവിനെ കറക്കുന്ന കാര്യത്തിൽ. ആദ്യത്തെ കർഷക സ്വഭാവത്തിൽ നിന്നാണ് രൂപപ്പെട്ടതാണ്. നമ്മളൊക്കെ ഇന്നിപ്പോൾ ബ്രദർജി നല്ല ക്വാളിഫൈഡാണ്, ഞാൻ വെറും 10ാം ക്ലാസ്സും കുസ്തിയാണ്. എനിക്കിന്ന് വിഷമമുണ്ട്, കാരണം ഞാൻ തൃശ്ശൂർ രൂപതയിലായിരിക്കുമ്പോൾ തന്നെ രൂപതയ്ക്ക് ഒത്തിരി സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 10-14 പെൺപിള്ളേരെ കെട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. രൂപതയുടെ ഇതിലാണ്, നമ്മുടെ ഇതിലല്ല. അതുപോലെ കുറേ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റി, കുറച്ച് പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റി. അത് ആ കാലഘട്ടങ്ങളിൽ ദൈവം അനുവദിച്ചതാണ്. ഓരോ കാലഘട്ടം ഇപ്പോൾ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ദേശക്കാരോട് കൂടെ ചെന്ന് അവരെ നേടേണ്ടതിന് അവനിൽ ഒരുവനായി. അതുകൊണ്ടാണ് ഇന്ന് കുർബാനയ്ക്ക് കൊടുക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ അവിടെ കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ ഒരാഴ്ച ഒരുങ്ങി പ്രാർത്ഥിച്ച്, ഞാൻ കർത്താവെ ഇത് കൊടുക്കുന്ന വ്യക്തി ആരായാലും അവർ അനുഗ്രഹമായിട്ട് മാറണം. ദൈവകൃപയാൽ അവിടെ കൃഷി മിനിസ്റ്റർ നിന്നിട്ട് 6-7 ക്യാൻസർ ഒരു സുഖം പ്രാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇംഗ്ലീഷ് അച്ഛൻ്റെ പ്രത്യേകത അറിയും, എല്ലാവരും പോയി കഴിയുമ്പോൾ പുള്ളി എന്നെ അവിടെ നിർത്തും. എന്നിട്ട് ഒരു ക്യാൻസർ രോഗിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചോളാൻ പറയും. അപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്, അവരുള്ളത് കൊണ്ടാണ്, ആ ഇംഗ്ലീഷ് ബിഷപ്പിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ 13 കൊല്ലം അവിടെ ആ പള്ളിയിൽ ധ്യാനിപ്പിക്കുക. ഇന്ന് സീറോ മലബാറിൻ്റെ കുർബാനക്രമം അവിടെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വിത്ത് വിതയ്ക്കുന്നതല്ല. ആദ്യം ചെന്നപ്പോൾ പ്രാർത്ഥന, കൊന്ത, കുരിശിൻ്റെ വഴി, പിന്നെ പെരുന്നാള്, അങ്ങനെ ഇന്നെല്ലാം ദൈവകൃപയാൽ ഉണ്ട്. അപ്പോൾ ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഈ ഇൻ്റർവ്യൂവിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഉദാശകളിൽ വസിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്ക് കിട്ടിയ ബോധ്യം അതാ, ഇന്നും ആ ബോധ്യമുണ്ട്. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. കാരണം വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന വ്യക്തി എല്ലാവർക്കും ഒരേ അപ്പത്തിൽ നിന്നാണ് കൊടുക്കുന്നുള്ളൂ. അവിടെ കോടീശ്വരൻ ഉണ്ടാവും, താഴ്ന്ന ഏത് രീതിയിലുണ്ടാവും. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഇന്നത്തെ മറ്റു പരാജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത്. ഇപ്പം ഞാനിവിടെ 1 മാസമായി, അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. പള്ളികളിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പള്ളികളിൽ യൂത്ത് ഇല്ലാണ്ടായി.
50 വയസ്സ് മുതൽ ഉള്ള ആളുകളേ ഉള്ളൂ, യൂറോപ്പിലെ പോലെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ യൂത്തിനെ കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാറും. ഫസ്റ്റ് സാക്രമെൻ്റ് ആണ്, സെക്കൻഡ് കൺഫെഷൻ കറക്റ്റ് ആണെങ്കിൽ യൂത്ത് വരും. പിന്നെ ഒരു കാരണവശാലും ഉപദേശിക്കുന്നേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം പ്രാർത്ഥിക്കുന്ന യാചിക്കുന്നതും ലഭിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ അധികം യേശു ഉപദേശിച്ചായിട്ട് ബൈബിളിലില്ല. ഉണ്ടോ? ഇല്ല. പൗലോസും പത്രോസും ഒക്കെ സിമ്പിളായിട്ട് പറഞ്ഞു. കൗൺസിലിംഗ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല, അത് ആത്മാർത്ഥമായിട്ട് പറയണു ഈ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യത്തിലുള്ളൂ, ഫസ്റ്റ് കുദാശകളിലൂടെയാണ് നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗം. ഇപ്പം ഞാൻ ബ്രദറിനെ കണ്ട് ഷെയർ ചെയ്തു, ഓക്കെ ഞാൻ വീണ് കഴിഞ്ഞാൽ താങ്കൾ എൻ്റെ വഴിക്ക് വരില്ല, പക്ഷേ ഈശോയിലേക്ക് വരാം. ദേവാലയത്തിലേക്ക് പോകുന്ന അവിടെയാണ് നിനക്കുള്ള. ഓക്കെ ബ്രദർ, അപ്പോൾ എല്ലാ ആശംസകളും ബ്രദർ വളരെ ദീർഘമായിട്ട് ബ്രദറിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഒപ്പം ആ ഒരു അനുഭവങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിൽ ബ്രദർ സംസാരിച്ച ബ്രദറിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ പ്രാർത്ഥനാ ആശംസകളും.